യാത്രകൾ ഇഷ്ടമല്ലാത്തതായിട്ട് ആരാണല്ലേ ഉള്ളത്? അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം ആകുമ്പോൾ അത് നമുക്ക് ഒരുപാട് മനസ്സിനും ഒക്കെ സന്തോഷം തരും. ആ യാത്ര എത്ര ലക്ഷറീസ് ആണെന്നുള്ളതിലല്ല, നമ്മൾ ആ പോകുന്ന യാത്രയിൽ നമ്മുടെ ഒപ്പം ഉള്ളവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെയാണ് നമുക്ക് ഏതൊരു യാത്രയ്ക്കും ഭംഗി തരുന്നത്. അപ്പോൾ ബദ്രിക്കുട്ടനും അവധിയായിട്ട് നമ്മൾ ദൂരേക്കെങ്ങും കൊണ്ടുപോയിട്ടില്ല. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളതാണിത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് വരാനുണ്ട്. നമ്മൾ കൊട്ടവഞ്ചിയിലൊക്കെ പോയിട്ട് അവിടെ ചെന്ന് ഇവനെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇറക്കി അവൻ ഓടിച്ചാടി കളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ഇത് മണ്ണിറ എന്ന് പറയും കേട്ടോ. അപ്പോൾ മണ്ണിറ വെള്ളച്ചാട്ടത്തിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര അടുത്താവുമ്പം അറിയാമല്ലോ, എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസ് കുറവായിരിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയില്ലേ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവരെയും കൊണ്ട്, അമ്മയും ബദ്രിക്കുട്ടിനെയും കൊണ്ടിട്ട് ഇവിടെ വന്നു. നല്ല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ സമയം അവിടെ ഇരുന്ന് കേട്ടോ, കുറേ നേരം വീഡിയോ എടുത്തു, ഒരുപാട് വീഡിയോ എടുത്തു ഞാൻ. എനിക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ മനസ്സിന് തന്നെ ഒരു പ്രത്യേക സന്തോഷം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബദ്രിക്കുട്ടിനെ നമ്മൾ അവിടേക്ക് കയറി പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു കൊച്ചു കടയുണ്ട്. അപ്പോൾ അത്ര ഡെവലപ്പായിട്ടില്ല. അവിടെ നിന്ന് ഞാനൊരു ടവലൊക്കെ മേടിച്ചിട്ട് ബദ്രിക്കുട്ടനെ ഞാൻ കുളിപ്പിച്ചേക്കാമെന്ന് കരുതി. അവനൊരു പ്രത്യേക അനുഭവമായിരിക്കുമല്ലോ. അവന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന പേടിയാണ്. എനിക്കും കുറച്ച് പേടിയാണ് വെള്ളത്തിലിറങ്ങുന്നത്. നമുക്ക് ദൂരെ നിന്ന് നോക്കുന്നതാണ്, ഇപ്പം അധികം ഒഴുക്കുള്ളതായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ലതായിട്ട് ശക്തി തന്നെയാണ് വെള്ളം വന്ന് വീഴുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയപ്പോൾ തന്നെ എന്നെ മൊത്തത്തിൽ നനഞ്ഞു. അങ്ങനെ അവനെ അതിൽ നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് തോർത്തൊക്കെ ഉടുപ്പിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ നിർത്തി. അവന് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനും കുറേ സമയം അവിടെ ഇറങ്ങി നിന്ന് അവിടെ നിന്ന് പോരാനേ തോന്നത്തില്ല കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും അധികം നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ ആയിരിക്കും, ബാല്യകാലവും. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ പിന്നെ ശ്രദ്ധിക്കണം എപ്പോഴും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ വേനൽക്കാലങ്ങളിലുമൊക്കെ ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ പോവുക. ഒരുപാട് മഴയുള്ളപ്പോഴും റിസ്ക്കുള്ള സമയങ്ങളിൽ പോകാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊക്കെ ദൂരെ പോകുന്നതിലല്ല, നമ്മൾ ഒരുമിച്ച് പോയി സന്തോഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ.